ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാവോളിക്കടല വെച്ചിട്ട് ഒരു കിടിലൻ ടേസ്റ്റി ആയ ഒരു കറിയാണ്. അതിനായിട്ട് നമ്മൾ സാവോളിക്കടലയാണ് ഇത് പൊതിർത്തി വെച്ചതാണ്. കുതിർത്തി വെക്കുക എന്നെല്ലാം പറയും. നമ്മളിവിടെ പൊതിർത്തി വെക്കുക എന്നാണ് പറയൽ. നെയ്റ്റ് പൊതിർത്തി വെച്ചതാണിത്. ഇത് നന്നായി വാഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരമുറി തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ച് വേണ്ട കേട്ടോ. ഇതിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മുങ്ങാൻ മാത്രമുള്ള വെള്ളം മതി. ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അര സ്പൂണാറ്റ മുളക് പൊടി വേണ്ടു. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് കുക്കർ വെച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് 4 വിസിലാണ് വേണ്ടത്. വേവിന് വേണ്ടത് 4 വിസിലാണ് കേട്ടോ. 4 വിസിലിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായി ഇതാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് പാലെടുക്കാം. ഇതാ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിസിൽ കളഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനൊരു 10 മിനിറ്റ് വരെ എല്ലാം ഒരു വേവ് വേണം കേട്ടോ. 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു ഫുൾ ഫ്ലെയിമിൽ നമുക്ക് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു മിക്സായി സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റിയായ കറിയാണിത്. നമ്മൾ ദോശക്കൊക്കെ വെള്ളിയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.